വയനാട്ടിൽ ദുരന്ത ഭൂമിയിൽ നിന്ന് സൈന്യം ഭാഗികമായി പിൻവാങ്ങി. പെയിലി പാലത്തിലെ കരസേന എഞ്ചിനീയറിംഗ് വിഭാഗവും ഹെലികോപ്റ്റർ തിരച്ചിൽ സംഘവും മേഖലയിൽ തുടരും. വികാരനിർഭരമായിരുന്നു സർക്കാർ ഒരുക്കിയ യാത്രയയപ്പ്. സൈന്യത്തിന്റെ പ്രവർത്തനം മറക്കാൻ കഴിയില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് 24-നോട് പറഞ്ഞു. സൈന്യത്തെ സർക്കാരിന് വേണ്ടി മന്ത്രിമാർ ആദരവ് നൽകുന്ന ദൃശ്യങ്ങളാണിത്. വികാരപരമായിരുന്നു ആ കാഴ്ച. ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമെല്ലാം ജീവൻ രക്ഷിക്കാൻ ഓടിയെത്തിയവരെ യാത്ര അയക്കുന്നത് ചേർത്തു പിടിച്ചുകൊണ്ടാണ്. സൈന്യത്തെ യാത്രയാക്കുന്നത് വേദനയോടെയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് 24-നോട് പറഞ്ഞു. പക്ഷേ അവരെ കൊണ്ട് എന്തൊക്കെയാണോ സാധ്യമാവുക അതെല്ലാം അവർ ചെയ്തു. ഇനി അവർക്ക് മറ്റു പല ഉത്തരവാദിത്തങ്ങളുമുണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്കൊപ്പം നിന്നൊരു പോരാട്ടമാണ് നടത്തിയത്. മന്ത്രിമാരായ AK ശശീന്ദ്രനും OR കേളുവും സൈനിക മേധാവിയെ ആലിംഗനം ചെയ്താണ് നന്ദി അറിയിച്ചത്. വയനാട് വിട്ടുപോകുന്നത് വേദനയോടെയാണെന്നും ഹൃദയത്തിൽ ഈ നാടുണ്ടാകുമെന്നും കേണൽ പരംവീർ 24-നോട് പറഞ്ഞു. Hand share like this. We are working together and we will continue to work together. Thank you so much. Thank you so much. കേരളവും വയനാടും നൽകിയ പിന്തുണയ്ക്ക് ആർമി നന്ദി പറഞ്ഞു. ദുരന്തമുഖത്ത പ്രതികൂല സാഹചര്യത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സൈന്യത്തിന് നാടാകെ സല്യൂട്ട് നൽകുകയാണ്. സൈന്യത്തിന് ജില്ലാ ഭരണകൂടം യാത്രയയപ്പ് നൽകി. കേരള സർക്കാർ ലോഗോയുള്ള ബിഗ് സല്യൂട്ട് മൊമെന്റോ മന്ത്രിമാർ സൈന്യത്തിന് നൽകി. സൈന്യം ജോലി നന്നായി പൂർത്തിയാക്കിയെന്നും വിടവാങ്ങൽ അനിവാര്യമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഹെലികോപ്റ്റർ തിരച്ചിൽ സംഘവും ബെയിലി പാലത്തിലെ എഞ്ചിനീയറിംഗ് സംഘവും വയനാട്ടിൽ തുടരും. 24 വയനാട്.